ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവോ 125 BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് കയറിയാണ്. ജനറൽ സർവീസ്, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ആക്സിലേറ്റർ വെറുതെ റേസ് ആവണുള്ളൂ. ആക്സിലേറ്റർ തിരിച്ച് അങ്ങനെ റേസ് ആയിട്ട് തന്നെ നിൽക്കും, കേബിൾ ടൈറ്റ് ആയിട്ട് കേട്ടോ. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ നമുക്കതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗത്ത്, ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് കറക്റ്റ് ഒരു വലി കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആക്സിലേറ്റർ റേസ് ആവുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൻ്റെ ഭാഗമായിട്ട്, ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്, പക്ഷേ ഈ ലൈനർ എടുത്ത് കളയണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബിനകത്ത് തേയ്മാനം കൂടുതൽ കാണിക്കുന്നുണ്ട് ഈ ലൈനർ കിടക്കുന്നത് കൊണ്ട് കേട്ടോ. കാരണം പൊടി കൂടുതലാണ് ഈ ലൈനറിന്. അതുകൊണ്ട് തന്നെയാണ് ആ ഹബിനകത്ത് തേയ്മാനം വരാം. അലോയ് വീലാണ്, എക്സ്പെൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനർ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ആ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ ലെവൽ വളരെ കുറവാണ്. തന്നെ ഉള്ള ഓയിലാണെങ്കിൽ മോശമാണ് കേട്ടോ. അപ്പോൾ ഗിയർ ഓയിലൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാണ്. എയർ ഫിൽറ്റർ പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ പിക്കപ്പ് കുറവ് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ ഈ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതായത് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിപ്പോൾ 100% എന്ന് പറയാം, ഏകദേശം അത്രയും തന്നെ ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കിട്ട് നമുക്ക് സ്പാർക്ക് പ്ലഗും കൂടി മാറ്റണം. അത് സെറ്റായിട്ടാണ് മാറ്റേണ്ടി വരാം. പിന്നെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടാണ്. ഇത് CVT ക്ലച്ചാണ്. നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി. അപ്പോൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിപ്പോൾ കിടക്കുന്നത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. പിന്നെ കിക്കർ വീലൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഒരു പാർട്സാണ് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വന്നത്. അതിനകത്ത് തേയ്മാനം ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളതിൻ്റെ ഈ പീസെറ്റ് സ്ലൈഡിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം അത് കൂടുതലായിട്ട് കിടന്ന് ഓടിയാൽ അവിടെ അടിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം അത്യാവശ്യം പ്ലേ കാണിച്ചത് ഇവിടെയൊക്കെ ചതഞ്ഞ് തുടങ്ങി ശരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മാറ്റാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അപ്പോൾ ക്ലച്ചിൽ നമുക്ക് വേറെ മേജറായിട്ടുള്ള കേസൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഈ പീസെറ്റ് സ്ലൈഡ് ഒന്ന് മാറ്റാം, ബാക്കിയത്തൊന്ന് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഇവിടെ ഓയിൽ സീൽ ലീക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഓയിലിൻ്റെ നനവ് കണ്ട, അതാ ഓയിൽ സീൽ ലീക്ക് കാണിക്കുന്നതാണ്. ആ കൈയോടെ ഓയിൽ സീൽ മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെയും ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. ആ ഹെഡ് കവർ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും മാറ്റിയിട്ടാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കസ്റ്റമർ സപ്ലൈ ചെയ്യാം, ആൾ തരാം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് കസ്റ്റമർ വരുന്ന സമയത്ത് അത് അഴിച്ച് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ അത് കൂടാണ്ട് നമുക്കുണ്ടല്ലോ, ഈ സൈഡിൽ നോക്കുമ്പോൾ സൈലൻസറിൻ്റെ ബോൾട്ട് ഇവിടുന്ന് പറഞ്ഞ് മിസ്സായേക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുകയാണ് കണ്ട. അപ്പോൾ നമുക്ക് ഈ സൈലൻസറൊക്കെ അഴിച്ചതിന് ശേഷം അതൊന്ന് കൊണ്ടുപോയിട്ട് ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡ് ചെയ്തിട്ട് സാധനം അഴിച്ചിടുക. കാരണം ചില കേസിൽ അത് അഴിഞ്ഞ് പോരാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അഴിഞ്ഞ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അതൊക്കെ അഴിച്ചിട്ട് ലേത്തി കൊടുത്തൊക്കെ പിടിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞെന്ത് പറ്റുമെന്ന് വെച്ചാൽ സൈലൻസർ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് അഴിച്ച് വെൽഡ് ചെയ്ത് അഴിച്ചതിന് ശേഷം ആ ബോൾട്ടുകൾ മാറ്റിയിടാം. ഒരു ബോൾട്ട് ഒടിഞ്ഞാൽ കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ബോൾട്ടുമ്പോൾ ലോഡായിട്ട് കിടന്ന് ഓടിയിട്ടിരിക്കണേ. മാറ്റുമ്പോൾ 2 ബോൾട്ടും കൂടി മാറ്റി പുതിയ 2 ബോൾട്ടുകൾ ഇട്ടേക്കാം കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞു. പ്ലഗ് നമ്മൾ കൂട്ടത്തിക്കടെ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് രണ്ടും കൂടി എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് സാധാരണ മാറ്റേണ്ടി വരിക. പിന്നെ നമുക്ക് ഈ ബ്രേക്കിൻ്റെ ലിവറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡായിട്ടിരിക്കണം. ഞാൻ ഐറ്റം ഉണ്ടോയെന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഇത് കൂടി മാറ്റിയിട്ടാൽ നന്നായിരിക്കും. ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് മാറ്റണം. 2 കേബിളുകളാണ് BS6 മോഡലിന് വരാം. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അഴിക്കണം. ഈ ബോഡി ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് മാറ്റാനായിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, നല്ല ടയറാണ്. വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് നോക്കി, നല്ല പാഡാണ്, അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് പാഡ് പൊളിയുന്നൊരു കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതിന് കാണുന്നില്ല. കാരണം ഇത് ചിലതിൻ്റെ ഇവിടെ ഈ പ്ലേറ്റുമെന്ന് ഇങ്ങനെ പൊളിഞ്ഞ് വരും സാധാരണ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഞാൻ അതിനകത്ത് മാറ്റാനായിട്ട് എസ്റ്റിമേറ്റ് ഇടുന്നത് ആക്സിലേറ്ററിൻ്റെ 2 കേബിളുകൾ നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ബ്രേക്കിൻ്റെ ആ ഒരു ലിവർ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹെഡിൻ്റെ ഇവിടെ ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ ഗ്യാസ്കറ്റും ഓയിൽ സീലും പെടുത്തുന്നുണ്ട്.
ക്ലച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗിയർ ഓയിൽ വന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ. ഇത്രയും കേസാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. പിന്നെ ജനറലായിട്ടുള്ള സർവീസും വാട്ടർ സർവീസും. നമുക്ക് ഈ ആക്സിലേറ്റർ കേബിൾ മാറ്റാന്ന് പറഞ്ഞാൽ ജനറൽ സർവീസിൽ വന്നതല്ല, അത് അഡീഷണൽ നമുക്ക് ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വരുന്ന ലേബർ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സപ്പിൽ ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്കതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം നമുക്കൊരു 5:30-6 മണിക്കാവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അത്യാവശ്യം കുറച്ച് താമസം വന്ന പണി ആയതുകൊണ്ട് പതുക്കെയാണ് പണി നീങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം എന്തായാലും കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റ് കണ്ടുമ്പോൾ എന്തായാലും ഒന്ന് റിപ്ലൈ ചെയ്യണം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട്.